എന്നെ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞാൻ പലപ്പോഴായി എഴുതി തീർത്തത് എഡിറ്റാക്കി തന്നതാണ്. ഇനി എന്നും മുടങ്ങാതെ വരാൻ നോക്കാം. അത് ഏപ്രിൽ 15 മുതൽ ഒരു 8 ദിവസം ഞാൻ ലീവാണേ. അതെന്താന്ന് സർപ്രൈസ് ആയിരിക്കട്ടെ. അത് 15-ന് പറയാട്ടോ. പിന്നെ കുറച്ചായില്ലേ എൻ്റെ ശബ്ദം കേട്ടിട്ട്. വ്യത്യാസമുണ്ടെങ്കിൽ പറയണേ. പനി വന്നിട്ടേ ശബ്ദമൊക്കെ പോയിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ആരും നമ്മുടെ ജെന്നിയെയും വസുവിനെയും ഒന്നും മറന്നില്ലെന്ന് കരുതുന്നു. ബെഡിൽ കിടക്കുന്ന ജെന്നി ഞെരിപിരി കൊള്ളുകയാണ്. കിടന്നിട്ട് അവൾക്കങ്ങോട്ട് ശരിയാകുന്നില്ല. ദേവന്റെ മുഖം മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും തോറും അവൾക്ക് അവനെ കാണാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരുന്നു. അവൾ ഉരുണ്ട് പിരണ്ട് എണീറ്റിരുന്നു. എൻ്റെ ദേവേട്ടാ, ഇതിപ്പോ എന്താ ഇങ്ങനെ? ഇന്നലെ വരെ ഇല്ലാത്ത ഒരുതരം വട്ടാണല്ലോ ഇത്. അവൾ ഫോൺ എടുത്തു. 11 മണി. ഷെടാ, ഇത്രയും സമയമായിട്ടും എനിക്ക് ഉറക്കം വരാത്തത് എന്താണാവോ? മമ്മിയുടെ കൂടെ പോയി കിടന്നാലോ? അയ്യോ വേണ്ട, ചിലപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു പോകും. എൻ്റെ പപ്പയും മമ്മിയും വേദനിപ്പിക്കണ്ട. അങ്കിൾ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. അതുവരെ മൗനം പാലിച്ചേ മതിയാകൂ. എൻ്റെ ഈശോയെ, നിന്റെ കയ്യിലിരിക്കുവാണ് ഈ പാവം ജെന്നിയുടെ ജീവിതം. എൻ്റെ കെട്ടിയോനെ എനിക്ക് തന്നെ തന്നേക്കണേ. ആ അഭിനയം പിടിച്ചവളെ അമ്മായിയപ്പന് വല്ലാതങ്ങ് പിടിച്ചു കിടക്കുക. അങ്ങേരെ ഒന്ന് കുപ്പിയിലാക്കാൻ എന്താണൊരു വഴി? അവൾ ആലോചിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്കിറങ്ങി. തണുത്ത കാറ്റ് അവളെ തഴുകിയതും അവളൊന്ന് ചൂളി. എന്താ ഒരു തണുപ്പ്! പെട്ടെന്ന് ദേവന്റെ ശ്വാസം കഴുത്തിൽ പതിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അവളുടെ രോമങ്ങൾ എണീറ്റ് നിന്നു. അറിയാതെ അവളുടെ കൈ കഴുത്തിൽ അമർന്നു. കൂമ്പി അടഞ്ഞ കണ്ണുകൾ മെല്ലെ തുറന്നത് റോഡിലേക്കാണ്. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ബുള്ളറ്റിൽ ചാരി തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ അമ്പരന്നു പോയി. ഉള്ളം ഒന്ന് തുള്ളിക്കുതിച്ചു. അവൾ പെട്ടെന്ന് കൈവീശി. അവൻ ഒന്ന് ചിരിച്ചു. വീട്ടിൽ പോയില്ലേ? അവൾ ആക്ഷൻ കാട്ടി ചോദിച്ചു. പോയി, കിടന്നിട്ട് ഉറക്കം വന്നില്ല. നിന്നെ കാണാൻ തോന്നി, അതാ വന്നത്. ദേവൻ അതേ ആക്ഷൻ കാണിച്ച് മറുപടി പറഞ്ഞു. അവൾ അവനെ കെട്ടിപ്പിടിക്കും പോലെ കാട്ടി. അവൻ തിരികെയും. അവൾ ഉമ്മ കാറ്റിൽ പറത്തി. അവൻ അതെത്തിച്ചാടി പിടിച്ചെടുത്തു. അത് കണ്ടവൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ വരട്ടെ? അവൻ ചോദിച്ചു. എന്തിനാ? നിന്നെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ. അവൻ കാട്ടിയതും അവളുടെ മുഖം ചുവന്നു. വേണ്ട വേണ്ട, വേഗം സ്ഥലം വിട്ടോ പ്ലീസ്. അവൻ കൈകൂപ്പി മുട്ടുകുത്തി. വേണ്ട വേണ്ട, പൊയ്ക്കോ പ്ലീസ്. ആരെങ്കിലും കണ്ട വേഗം പൊയ്ക്കോ. അത്ര തെളിച്ചമില്ലാതെ അവൻ എണീറ്റ് ബുള്ളറ്റിൽ കയറി. അവളെ ഒന്ന് പാളി നോക്കി. പൊടി ദുഷ്ടത്തി, ഈ രാത്രി എന്നോട് ഇത്തിരി ദയ കാണിക്കാത്ത രാക്ഷസി. അവൻ കോക്രി കാട്ടിയതും അവൾ ചിരിച്ചു. പിന്നെ കൈ നിവർത്തി. ഐ ലവ് യു എന്ന് കാട്ടി. ചുണ്ടിൽ വിരൽ ചേർത്ത് ഉമ്മ പറത്തി. ദേവന്റെ മുഖം വിടർന്നു. അവൻ ചിരിയോടെ തിരിച്ചും ഉമ്മ പറത്തി. അവൾ അതെത്തിപ്പിടിച്ചു നെഞ്ചോട് ചേർത്തു. അവൻ 2 കൈകൊണ്ടും നിരനിരയായി ഉമ്മ പറത്തിയത് അവൾ വേഗം വേഗം പിടിച്ചെടുത്തു. അവൾ അവനെ നെഞ്ചോട് ചേർക്കുന്നത് കാട്ടിയതും ചിരിയോടെ അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവളെ ഒന്ന് നോക്കി റൗണ്ടടിച്ച് അവൻ ഓടിച്ചുപോയി. ചിരിയോടെ നിന്നവൾ തിരിഞ്ഞ് റൂമിൽ കയറിയതും താഴെ
ജനലരികിൽ നിന്ന 2 കണ്ണുകളിൽ സംശയം നിറഞ്ഞു നിന്നു. വീടിനടുത്തെത്തിയതും ദേവൻ ബുള്ളറ്റ് ഓഫാക്കി. മെല്ലെ ഇറങ്ങി വണ്ടി തള്ളിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി. പോർച്ചിലേക്ക് കയറി അവൻ ശബ്ദമുണ്ടാക്കാതെ വണ്ടി സ്റ്റാൻഡാക്കി. പിന്നെ പതിയെ വാതിലിന് നേർക്ക് നീങ്ങി. വൈശുവിനെ വിളിച്ച് വരാൻ ലേറ്റാകുമെന്ന് പറഞ്ഞതുകൊണ്ട് മെയിൻ ഡോർ ലോക്ക് എടുത്തു വയ്ക്കും എന്നവൻ അറിയായിരുന്നു. അവൻ പതിയെ അകത്തേക്ക് കയറി. ഹോ, രക്ഷപ്പെട്ടു. പട്ടാളം ഉറക്കമായെന്ന് തോന്നുന്നു. ഹാളിൽ പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞു. ദേവൻ ഞെട്ടിപ്പോയി. ആഹാ, വന്നോ? കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി എത്ര നാൾ നീ എൻ്റെ കണ്ണിൽ പെടാതെ നടക്കും? ദേഷ്യത്തോടെ വിഷ്ണുവർദ്ധൻ അലറി ചോദിച്ചു. ദേവൻ മിണ്ടാതെ തല താഴ്ത്തി. നീ എന്നെ ചതിച്ചു അല്ലേടാ? അയാളുടെ ചോദ്യത്തിൽ അവൻ ഞെട്ടി മിഴികൾ ഉയർത്തി നോക്കി. അവൻ്റെ വാക്കുകൾ കേട്ട് നീ എന്നെ ചതിച്ചു അല്ലേടാ നായേ? ദേവൻ്റെ കവിളിൽ അയാൾ ആഞ്ഞടിച്ചു. ദേവൻ ഞെട്ടിപ്പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, എന്നിട്ടും നീ എന്നെ തോൽപ്പിച്ചു. അയാളുടെ ശബ്ദത്തിലെ ഇടർച്ച അവൻ അറിഞ്ഞു. നീ കാരണം ഞാനിനി അവൻ്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കണം. എന്നെ നീ തോൽപ്പിച്ചു കളഞ്ഞു. അച്ഛൻ്റെ മാനം കാത്തു സൂക്ഷിക്കേണ്ട നീ തന്നെ എൻ്റെ അയാൾ കസേരയിലേക്ക് വീണു. ഒരു നിമിഷം നടക്കുന്നതൊക്കെ സത്യമോ എന്നവൻ സംശയിച്ചു. പെട്ടെന്ന് പുറത്തുനിന്ന് ചീറിപ്പാഞ്ഞുകൊണ്ടൊരാൾ അകത്തേക്ക് കുതിച്ചെത്തി. ആ ശബ്ദം അവരെ ഒരുപോലെ ഞെട്ടിച്ചു. വല്യച്ഛൻ! ദേവൻ അമ്പരന്നു പോയി. ഏട്ടാ! വിഷ്ണുവർദ്ധൻ എണീറ്റുപോയി. എന്താ ഏട്ടാ ഈ സമയത്ത്? ആർക്കെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇവനെ ഒന്ന് കാണാൻ വന്നതാ. അയാൾ ദേവന്റെ നേരെ തിരിഞ്ഞു. ദേവന്റെ മുഖം സംശയം കൊണ്ട് ചുരുങ്ങി. ഇവനെയോ? എന്താ ഏട്ടാ? സർവ്വ പിണക്കങ്ങളും മറന്നുകൊണ്ട് വിഷ്ണുവർദ്ധൻ ചോദിച്ചു. വല്യച്ഛ! ദേവൻ വിളിച്ചതും അവൻ്റെ കവിളടക്കം ഒരടിയായിരുന്നു മറുപടി. അയാൾ വിവരങ്ങൾ അറിഞ്ഞുള്ള വരവാണെന്ന് അയാൾക്കും ദേവനും മനസ്സിലായി. ദേവൻ മിണ്ടാതെ നിന്നതും അയാൾ അവൻ്റെ കോളറിൽ പിടിമുറുക്കി. ചതിച്ച് കളഞ്ഞല്ലോടാ നീ! ഞാനെന്താ ചെയ്തത്? എനിക്കിഷ്ടമില്ലാത്ത പെൺകുട്ടിയെ അച്ഛൻ... മിണ്ടരുത് നീ. നിനക്കിഷ്ടമില്ലാത്ത അല്ലേടാ? ശരി, സമ്മതിച്ചു. നിനക്ക് നിന്റെ അച്ഛൻ കണ്ടെത്തിയ പെൺകുട്ടിയെ ഇഷ്ടമല്ല, അതൊക്കെ. എന്നാ നിനക്കിഷ്ടമുള്ളൊരുത്തിയെ രജിസ്റ്റർ ചെയ്തല്ലോ. ആരാ അവൾ? അറിയോ നിനക്ക്? അറിയാം, അറിഞ്ഞ് തന്നെയാ ചെയ്തത്. അല്ലാതെ വിവാഹം കുട്ടിക്കളിയല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദേവൻ വീറോടെ പറഞ്ഞു. നിനക്കെന്തറിയാം അവളെപ്പറ്റി? പറ, കേൾക്കട്ടെ. അവൾ ബിസിനസ്മാൻ. അവൻ പറഞ്ഞു തുടങ്ങിയതും അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ദേവന്റെ മുഖം ചുളുങ്ങി. അയാൾ അവനെ ഒന്ന് നോക്കി. ബിസിനസ്മാൻ? ഏത്? ആ ക്രിസ്ത്യൻ കുടുംബത്തിലെ മാലാഖയാണ് നീ കെട്ടിയത് എന്നാണോ നീ പറയാൻ വരുന്നത്? അയാളുടെ പുച്ഛം നിറഞ്ഞ വാക്കുകൾ അവനെ ദേഷ്യം പിടിപ്പിച്ചു. വിറപ്പിക്കാതെടാ. താലി കെട്ടിയവളെ പറയുമ്പോൾ നിനക്ക് വേദനിക്കുന്നു അല്ലേ? എന്നാ ആ താലിക്ക് അവൾക്ക് യോഗ്യതയുണ്ടോ എന്ന് നീ തിരക്കിയോ? ആ ഞൊണ്ടിയുടെ ഒത്താശയിൽ നീ ഈ കുടുംബത്തിലോട്ട് കെട്ടിയെടുക്കാൻ നോക്കുന്നത് ഒരനാഥ ജന്മത്തെയാണെന്ന് നിനക്കറിയോടാ? ഞടുങ്ങിപ്പോയവൻ ഞെട്ടലോടെ വിഷ്ണു അയാളെ നോക്കി. വല്യച്ഛ! അമ്പരപ്പ് മാറി ദേഷ്യത്തിൽ അവൻ അലറി. തൊണ്ട പൊട്ടിക്കണ്ട നീ. സംശയമുണ്ടെങ്കിൽ നീ ഇത് നോക്ക്. ഷർട്ടിന് പിന്നിൽ നിന്നും കുറച്ച് പേപ്പർ വലിച്ചെടുത്ത് അയാൾ അവൻ്റെ നേർക്ക് നീട്ടി. ദേവന്റെ കണ്ണുകൾ ചുരുങ്ങി. അവനത് വാങ്ങി. അവൻ്റെ കണ്ണുകൾ അതിൽ ഓടി നടന്നു.
വർഷങ്ങൾക്ക് മുൻപ് യൂട്രസ് റിമൂവ് ചെയ്ത ഒരു മെഡിക്കൽ റിപ്പോർട്ട്. ഒരുതരം പുകച്ചിലോടെ അവൻ പേഷ്യന്റിനെയും നോക്കി. സാറാ മാനുവൽ? ധരിച്ചുപോയി അവൻ. വർഷങ്ങൾക്ക് മുന്നേ യൂട്രസ് റിമൂവ് ചെയ്ത സാറാ മാനുവൽ എങ്ങനെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകും? പറയടാ. ഏട്ടാ, വിഷ്ണു വിറയിലോടെ അയാളെ നോക്കി വിളിച്ചു. ഇവന് കോളേജിലൊരു അടുപ്പമുണ്ടെന്നും അത് സീരിയസ് ആണെന്നും നിനക്ക് മുന്നേ ഞാൻ അറിഞ്ഞു. ഒന്ന് തടയിടാൻ വേണ്ടി ഞാൻ നമ്മുടെ വടിവാൾ വിക്രമനെ അയച്ചു. അവൻ്റെ സ്വഭാവം അറിയാലോ. പെണ്ണെന്ന് കേട്ടാൽ തന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. കോളേജിൽ വെച്ച് സ്കെച്ച് ചെയ്തതാ. കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞു കുളിച്ചു. അല്ലെങ്കിൽ അന്നേ ഇതിന് കർട്ടൻ വീണേനെ. കടപ്പല്ല് ഞെരിച്ചയാൾ പറഞ്ഞതും ദേവൻ ഞെട്ടിപ്പോയി. അപ്പോ അന്ന് ജെന്നിയെ? അവന്റെ മുഖം ദേഷ്യത്തിൽ വിറച്ചു. ഒറ്റ കുതിപ്പിന് അവൻ അയാളുടെ കോളറിൽ പിടിച്ചു. നിങ്ങൾ ഛി, വിടടാ. അന്ന് ഞാൻ കരുതി അവൾ ക്രിസ്ത്യനായോണ്ട് ഈ സോപാനം തറവാട്ടിൽ കാല് കുത്തണ്ടെന്ന്. നീ അവളെ സംരക്ഷിച്ചപ്പോ ഞാൻ അവളുടെ പിന്നാലെ അങ്ങ് പോയി. അവിടുന്ന് അടിവേര് മാന്തി ഞാൻ എടുത്തതാ ഈ തെളിവ്. അപ്പ പിന്നെ ബാക്കി കൂടി അറിയാതെങ്ങനെയാ? അനാഥയായ സാറയെ പ്രേമിച്ച് വിവാഹം ചെയ്ത മാനുവൽ കുടുംബത്തിലെ കരടായി മാറി. സാറ ഒരു പാവമായിരുന്നു. കുടുംബക്കാർ ചേർന്നവളെ ദ്രോഹിക്കാവുന്ന പരമാവധി ദ്രോഹിച്ചു. അവളെ ഒരു അടുക്കളക്കാരി മാത്രമായി കണ്ടവർ അവളെ ഉപദ്രവിക്കുന്നത് പതിവാക്കി. എന്നാ സാറ ഇതൊന്നും മാനുവലിനെ അറിയിച്ചില്ല. പ്രഗ്നൻ്റ് ആകാത്തതിൻ്റെ പേരിൽ അവർ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് സാറ മാനുവലിനോട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാം എന്നാവശ്യപ്പെടുന്നത്. അങ്ങനെ നടത്തിയ ടെസ്റ്റിൽ സാറയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്ന സത്യം അവർ അറിയുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ യാതൊരു കുഴപ്പവും തോന്നില്ലെങ്കിലും യൂട്രസിൻ്റെ കണ്ടീഷൻ മോശമാണെന്നും ഉടനെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്നും അല്ലെങ്കിൽ സാറയുടെ ജീവന് പോലും ഭീഷണിയാണെന്നും ഡോക്ടർ നിർബന്ധപൂർവം പറഞ്ഞു. ഇതറിഞ്ഞ മാനുവൽ സർജറി ഡേറ്റും എടുത്ത് വീട്ടിൽ തിരിച്ചെത്തി. 2 ദിവസം അപ്പനൊപ്പം പോകാതെ സാറയ്ക്ക് കാവലിരുന്ന മാനുവൽ സാറ അവിടെ അനുഭവിക്കുന്നതൊക്കെയും നേരിൽ ബോധ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി രാത്രിക്ക് രാത്രി സാറയും കൈപിടിച്ചിറങ്ങി. അവിടെ തുടർന്നാൽ സാറയ്ക്ക് തനിക്ക് നഷ്ടമാകും എന്നയാൾ ഭയന്നു. പിന്നീടുള്ള അയാളുടെ ഉറച്ച പോരാട്ടമായിരുന്നു അയാളെ ഇന്ന് ഈ നിലയിലെത്തിക്കാൻ സഹായിച്ചത്. പിന്നെ എപ്പോഴാണ് സാറ ഈ പറയുന്ന ജെന്നിഫർ എന്ന പെൺകുട്ടിക്ക് ജന്മം കൊടുത്തത്? യൂട്രസ് ഇല്ലാതെ അത് സാധ്യമല്ലെന്ന് എന്നെപ്പോലെ തന്നെ നിനക്കും അറിയാം. ദേവാ, ഇതൊക്കെ ഒരു പക്ഷേ അവൾക്കറിവുള്ള കാര്യമാകില്ല. ചിലപ്പോ എല്ലാം അറിഞ്ഞും നിന്നെ കോമാളിയാക്കുന്നതും ആകാം. എനിവേ, ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു പെണ്ണ് വേണ്ട. വാഴിക്കില്ല ഞാൻ. തറഞ്ഞു നിന്ന ദേവൻ ഒന്നാലോചിച്ചു. പോലീസ് ആയതുകൊണ്ട് തന്നെ വല്യച്ഛൻ പറയുന്നത് സത്യമാകാം. പക്ഷെ ഞാൻ എൻ്റെ ജെന്നിയെ. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അതിന് വല്യച്ഛൻ്റെ അനുവാദം ആർക്കാ ഇവിടെ വേണ്ടത്? ദേവാ, പ്രായത്തെ ബഹുമാനിച്ചു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ജന്മം തന്നാളുടെ ചേട്ടനാണല്ലോ. അതുകൊണ്ട് പറയുക, ഇനി എന്തിൻ്റെ പേരിലായാലും ഞാൻ എൻ്റെ ജെന്നിയെ ഉപേക്ഷിക്കില്ല. ജന്മം കൊണ്ട് അനാഥയാണെങ്കിലും അവൾക്കിന്ന് ഒരച്ഛനും അമ്മയുണ്ട്. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വസുദേവാണ് അവളുടെ ഭർത്താവ്. ആ ഐഡൻറ്റിറ്റി മാത്രം മതി അവൾക്ക്. ഉറച്ചതായിരുന്നു അവൻ്റെ ശബ്ദം. അവൾ അനാഥയല്ല. കാരണം അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ഭർത്താവുണ്ട്. അതിലൂടെ ഭർത്താവിൻ്റെ എല്ലാം തന്നെ അവൾക്കും സ്വന്തമാണ്. അതിനി
നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പോലും. ദേവാ, അലറണ്ട. ഞാൻ അവളെയാണ് സ്നേഹിച്ചത്, അവളെ മാത്രം. നിങ്ങളിനി എന്തൊക്കെ തെളിവ് നിരത്തിയാലും എൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ ജെന്നി പോകില്ല. അവൾ എൻ്റെ പെണ്ണാണ്, ഈ ദേവൻ്റെ പെണ്ണ്. ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി. പകുതിയെത്തി അവൻ തിരിഞ്ഞു നിന്നു. നേരെ ഒന്ന് വെളുത്തോട്ടെ, വടിവാളായാലും വാക്കത്തിയായാലും അവനെ ഞാൻ പൊക്കും. എൻ്റെ പെണ്ണിനെ തൊട്ട് അവൻ്റെ കൈ ഇനി വേണ്ട. അവൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്ന തീ കണ്ട് അവർ അമ്പരന്നു. ഏട്ടാ, അവൾ അവൻ്റെ മനസ്സിനെ അത്രമേൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ചു വേണം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദേവനെ നഷ്ടപ്പെടും. അത് പാടില്ല. ഞാൻ ഈ അന്വേഷണത്തിൻ്റെ പിന്നിലായിപ്പോയി. ഇല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ നടക്കില്ലായിരുന്നു. ഞാൻ. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അയാൾ കൊടുങ്കാറ്റ് പോൽ പുറത്തേക്ക് പാഞ്ഞു.